അപ്പോ കാര്യം അവിടം വരെ എത്തിയ ഈ ഇബ്ലീസുകള് അമ്മേനെ ഉപദ്രവിക്കും. ഏയ്, അവർക്ക് വൈരാഗ്യം മുഴുവൻ എന്നോടാ. ആ ഒരു 5-6 കുറ്റി പുട്ടും കുറച്ച് കടലയും പൊതിഞ്ഞെടുക്ക്. ഇതാർക്കാ? ലോഡ്ജിൽ 5-6 അപ്പൊ അഹേമാർക്ക, അല്ലെങ്കിലേ അർദ്ധ പട്ടിണിക്കാര്, പോരെങ്കിലും മാസാവസാനം. എല്ലാം വലിയ അഭിമാനികളല്ലേ. ഒന്നുമില്ലെങ്കിലും മുണ്ടും ഭരിച്ച് മുറുക്കി കൊടുത്തു നടക്കും. യൂസുഫുക്കാരുടെ സ്വഭാവം ഒന്നും ഇതുവരെ മാറിയിട്ടില്ല. അതെങ്ങനെയാണ് മോനെ? രാത്രിയും പകലും മാറുന്നത് പോലെ മനുഷ്യന് മാറാൻ പറ്റുമോ? അല്ല. ഇതാരെ കൃഷ്ണനുണ്ണിയോ? എപ്പത്തി? ഇപ്പൊ വന്നേ ഉള്ളൂ. എന്തൊക്കെയുണ്ട് നാട്ടിൽ വിശേഷങ്ങൾ? നല്ല വിശേഷം. ക്ലാസ് ഉണ്ടല്ലേ? ആ, കൺഗ്രാചുലേഷൻസ്. താങ്ക്സ്. ആട്ടെ, ജോലി വലുതായോ? ഒന്നും ആയിട്ടില്ല. ഇതെടുത്ത് തിന്നോളി, ഭർത്താനൊക്കെ പിന്നെ മതി. അല്ല, മെയിൽ വരാറായി, നമ്മൾ പോണം. ഞാനൊന്ന് കുളിക്കട്ടെ. ബാത്റൂമിൽ നാരായണ പട്ടുണ്ട്. മണിക്കൂർ വന്നാലും കുളിക്കാൻ കയറിയിട്ട് എവിടെ എന്തെടുക്കാൻ? ഓ, അവിടെ നിന്ന് കണക്കെഴുത്തായിരിക്കും. സാവാൻ കൊടുക്കല്ലേ കേട്ടോ. ആ ഉമ്മ കുളിച്ചപ്പോൾ താൻ മതൽ പക്കി നോക്കിയില്ലേ? ഇങ്ങനെ തിരിക്കാൻ മതൽ പക്കി നോക്കില്ലേ? ധാരാളം കൃഷ്ണനുണ്ണിയോ, തനിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടി. തിരുമൽ ദേവ, എനിക്ക് ഒരു കണ്ണാടി ക്ലാസ് എങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. തനിക്ക് എന്റെ കൺഗ്രാചുലേഷൻ. ഞാൻ ഇപ്പൊ കുളിച്ചിട്ട് വരാം കേട്ടോ. തനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. യൂസുഫ, ഞാൻ നിങ്ങളെ പരിചയപ്പെട്ടിട്ട് 5-6 കൊല്ലമായി. അന്ന് മുതല് എത്ര താല്പര്യത്തോടെയാണ് നിങ്ങൾ എന്നോട് പെരുമാറുന്നത്. എന്താണ് അതിന്റെ കാരണമെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. യൂസുഫ എന്താ ഒന്നും മിണ്ടാത്തത്? ഒന്നുമില്ല മോനെ. അല്ല, എന്തോ ഉണ്ട്. എന്തോ യൂസുഫ എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നു. എന്താ യൂസുഫ? ഒളിച്ചു വെക്കാൻ മാത്രമുള്ള രഹസ്യമൊന്നും അതിലില്ല. പിന്നെ നമ്മളെ വിഷമം വേറൊരാൾ അറിയുന്നതിന്. അപ്പോ ഞാൻ അന്യനാണോ? അല്ല മോനെ. എന്നാൽ എന്നോട് പറയൂ യൂസുഫ. നമ്മളെ ബാപ്പയും വളരെ ചെറുപ്പത്തിലേ മയ്യത്തായി. പിന്നെ നമ്മളെ കൊച്ചനീനും മാത്രമായിരുന്നു. അവന്റെ 10ാമത്തെ വയസ്സിൽ അവനൊരു അപകടത്തിൽ മരിച്ചു. അന്ന് ഞാൻ നാട് വിട്ടതാണ്. ഇന്ന് അവൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ മോന്റെ അത്രയും ഉണ്ടായിരുന്നേനെ. അവനെ പഠിപ്പിച്ച് വലിയ നിലയിലാക്കണമെന്ന് നമുക്ക് പെരുത്ത മോഹം ഉണ്ടായിരുന്നു. ഇപ്പോ നമുക്ക് സന്തോഷമായി. എപ്പോഴും മോനെ കാണുമ്പോ അവനെ കുറിച്ചുള്ള ഓർമ്മകളും നമ്മളെ മനസ്സ് തെളിഞ്ഞു വരും. അതൊക്കെ പോട്ടെ. ജോലി വല്ലതും കണ്ടുവച്ചിട്ടുണ്ട? ഇക്കാലത്ത് ആര് ജോലി തരാനാ യൂസുഫ? നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. യൂസഫോ, ഇരിക്കെ. ഇതാണ് നമ്മൾ പറഞ്ഞ ആള്, കൃഷ്ണനുണ്ണി. ഹലോ, ഇരിക്കൂ കൃഷ്ണനുണ്ണി. കൃഷ്ണനുണ്ണിയുടെ ജോലിക്കാര്യത്തെ കുറിച്ച് യൂസഫ് എന്നോട് പറഞ്ഞിരുന്നു. യൂസഫ് പറഞ്ഞാൽ എനിക്ക് തട്ടിക്കളയാൻ പറ്റുമോ? ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അതാണ്. എനിക്ക് ചില പേഴ്സണൽ വർക്കുകളൊക്കെ ഉണ്ട്. ചില ലെറ്ററുകളും ബിസിനസ് കറസ്പോണ്ടൻസും. അധികം ചെയ്യാനുള്ള ജോലികളൊന്നുമില്ല. കൃഷ്ണനുണ്ണി എവിടെയാ താമസിക്കുന്നത്? എന്റെ കൂടെയാണ് സാർ, ലോഡ്ജിൽ. നാളെ മുതൽ വന്നോളൂ. എന്നാല് ഞങ്ങൾ ഇറങ്ങട്ടെ. എന്തിനാ ഡാഡി യൂസഫ്ക വന്നത്? നീ യൂസഫിന്റെ കൂടെ വന്ന ചെറുപ്പക്കാരനെ കണ്ടില്ലേ? MA കാരനാ, പേര് കൃഷ്ണനുണ്ണി. യൂസഫിന്റെ അടുത്ത സുഹൃത്താ. അയാൾക്കൊരു ജോലി വാങ്ങി കൊടുക്കണമെന്ന് യൂസഫ് എന്നോട് പറഞ്ഞിരുന്നു. യൂസഫ് പറഞ്ഞാൽ എങ്ങനെയാ മോളെ പറ്റില്ല എന്ന് പറയുക? എന്റെ പേഴ്സണൽ കാര്യത്തിന് എന്നെ സഹായിക്കാൻ ഒരാളുണ്ടെങ്കിൽ നല്ലതാണെന്ന് എനിക്കും തോന്നി. കണ്ടിട്ട് നല്ല പയ്യനാണെന്ന് തോന്നി. MA ലിറ്ററേച്ചർ ആണല്ലേ? അതെ. ലെക്ചേഴ്സിന്റെ പോസ്റ്റിലേക്ക് കോളേജിൽ നിന്ന് അപ്ലൈ ചെയ്തില്ലേ? 25,000 രൂപ ഡൊണേഷൻ കൊടുക്കാനില്ല, അതുകൊണ്ട് അപ്ലൈ ചെയ്യാൻ. ഡാഡി പറഞ്ഞു.
എങ്ങോട്ടാ? ഞാൻ ലോഡ്ജിലേക്കാ. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, നടക്കാവുന്നേ ഉള്ളൂ. എന്തിനാ വെറുതെ നടന്ന് കാല് തേച്ച് കളയുന്നത്? ഇനിയും വളരെ നാൾ നടക്കേണ്ടതല്ലേ? കേറൂ. അവിടെയല്ലേ സാറേ, ഇവിടെ. ആ, മല്ലിക ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. ഉണ്ണിക്ക് ഇതൊക്കെ അറിയോ? ഏയ്, ഞാൻ വരുന്ന നോക്കിയതാ. ദേ എന്റെ കൈയൊന്ന് നോക്കി. അയ്യോ, എനിക്കൊന്നും അറിഞ്ഞൂടാ. കള്ളം. ഉണ്ണി പ്ലീസ്. ഒന്ന് പറയുന്നേ. ദാ, ഇതാണ് 1000 രേഖ. തെളിഞ്ഞു കിടപ്പുണ്ട്. ഒരു 100 വയസ്സ് വരെയെങ്കിലും ജീവിച്ചിരിക്കും. 100 വയസ്സ് വരെയോ? ആ, മക്കളെയും അവരുടെ മക്കളെയും ഒക്കെ കണ്ട് 8 മക്കളുണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട്. അതിൽ 2 എണ്ണം ഇരട്ടെ. അയ്യോ, 8 മക്കളോ? ആ, ഇനി എന്താണ് അറിയേണ്ടത്? ഉണ്ണി തന്നെ പറയൂ. അതെനിക്കെങ്ങനെ അറിയാം? ചോദിച്ചാ ഞാൻ പറയാം. പറയൂ. ആ, ഇപ്പൊ മനസ്സിലായി. എന്താ? ദാ, ഈ രേഖകളുണ്ട്. ഈ രേഖ ഇവിടെ വന്ന് മുട്ടുമ്പോ സംഗതി നടക്കും. എന്ത് നടക്കും? മല്ലിക എന്ത് മനസ്സിൽ വിചാരിച്ചോ അത് നടക്കും. കുറച്ചു ദിവസമായി ഉണ്ണിയോട് ഗൗരവമായ ഒരു കാര്യം പറയണമെന്ന് വിചാരിക്കും. എന്താ സാർ? യു ആർ ആൻ എലിജിബിൾ ഫെലോ. അധികം പ്രായവുമായിട്ടില്ല. വൈ ഡോണ്ട് യു അപ്പിയർ ഫോർ IAS? അതൊക്കെ വലിയവരുടെ സ്വപ്നമല്ലേ സാർ? ഞാൻ തമാശ പറഞ്ഞതല്ല. ആത്മാർത്ഥമായ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നടക്കും. ഐ ഹാവ് ഫുൾ കോൺഫിഡൻസ് ഇൻ യു. സാർ, ഞാനങ്ങനെ... ഉണ്ണിക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്നാൽ കഴിയുന്ന എല്ലാ സഹായവും ഞാൻ ചെയ്തു തരാം. എന്താ, താല്പര്യമുണ്ടോ? നോക്കാം സാർ. ഉണ്ണി ഇരുന്ന് കഴിക്കൂ. ആ സാർ, മതി കുറച്ചുകൂടെ. മതി. ഉണ്ണി, മറക്കരുത്, നാളെ തന്നെ ആപ്ലിക്കേഷൻ അയക്കണം. ശരി സാർ. ഉണ്ണിയോ, എക്സാം എല്ലാം കഴിഞ്ഞല്ലോ? കഴിഞ്ഞു. എങ്ങനെയാ, ഒപ്പുണ്ടോ? ആ, എനിവേ വെരി ഗുഡ്. എൻട്രൻസ് എക്സാം പാസ്സായാൽ പിന്നെ ഇന്റർവ്യൂ അല്ലേ? അത് നമുക്ക് എങ്ങനെയും മാനേജ് ചെയ്യാം.
യാത്രയൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ, ഒന്ന് ഫ്രഷ് ആവും. ഉണ്ണി വീട്ടിൽ പോകുന്നില്ലേ? ഇന്റർവ്യൂ കൂടെ കഴിഞ്ഞിട്ട് പോകാന്ന് വെച്ചു. ആ, ഡാഡി ആരോടാ സംസാരിച്ചോണ്ടിരുന്നേ? ഉണ്ണിയോട്. ഉണ്ണി വന്നു. എന്നിട്ട് എവിടെ? മുറിയിലേക്ക് പോയിട്ടുണ്ട്. ഉണ്ണി ഉണ്ണി അയ്യോ ചതിക്കല്ലേ, കുളിക്കാണ്. എന്താ കഴിഞ്ഞില്ലേ? ആ കഴിഞ്ഞു, ഒന്ന് വേഗം വന്നേ. വരുന്നു. എന്ത് പറ്റി? എത്ര ദിവസമായി കണ്ടിട്ട്, കാണാൻ കൊതിയാവുമായിരുന്നു. ഞാൻ വിചാരിച്ചു എന്നെ മറന്നെന്ന്. മല്ലിയെ എങ്ങനെ മറക്കാൻ പറ്റും? നീ എന്ത് മല്ലിയെ, എന്ത് പറ്റി? ഇത് വട്ടു കേസാണെന്ന് തോന്നുന്നു. നിന്നോട് വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ നീ ഒഴിഞ്ഞു മാറിയിട്ടേ ഉള്ളൂ. എന്താണ് കാരണമെന്ന് ഞാൻ ഇതിനു മുമ്പ് ചോദിച്ചിട്ടില്ല. നീ പഠിപ്പും അറിവുമുള്ള ഒരു പെൺകുട്ടിയാണ്. വിവാഹത്തെക്കുറിച്ച് നിനക്ക് ചില സങ്കല്പങ്ങളും തീരുമാനങ്ങളും ഉണ്ടാവും. ഉണ്ണിയെ പരിചയപ്പെട്ടിട്ട് അധികാരമായില്ലെങ്കിലും എനിക്ക് അവനെപ്പറ്റി നല്ല അഭിപ്രായമാണ്. മോളെ, നിനക്ക് ഉണ്ണിയെ ഇഷ്ടമാണോ? ആ, ഉണ്ണി എവിടെ പോയിരുന്നു? ഞാനന്ന് ലോഡ്ജ് വരെ പോയിരുന്നു. എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. എന്താ സാർ? ഉണ്ണി ഒന്ന് ഓഫ് ചെയ്യും. എന്താണ് സാർ? ഉണ്ണി ഇരിക്കൂ. നമ്മൾ തമ്മിൽ ഒരു മുഖവുരയുടെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. എന്നെ പോലെ തന്നെ എന്റെ മകൾക്കും ഉണ്ണി ഇഷ്ടമാണ്. ഇതിനെപ്പറ്റി ഉണ്ണിയുടെ അഭിപ്രായം എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. ആ, പിന്നെ ഇവിടെ കടപ്പാടിന്റെ പ്രശ്നമൊന്നുമില്ല. ഉണ്ണിക്ക് ജോലി തന്നതും IAS എഴുതാൻ സഹായിച്ചതും ഇറ്റ്സ് ഓൾ എ പാർട്ട് ഓഫ് മൈ മോറൽ ഒബ്ലിഗേഷൻ. ധാർമ്മികമായ ചുമതല, അത്രമാത്രം. ഇല്ല സാർ, അതിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അപ്പോൾ നിങ്ങൾ തമ്മിൽ ഈ നിമിഷം വരെ മല്ലി എനിക്കൊരു സഹോദരി മാത്രമാണ്. എനിക്ക് അഭയം തന്ന സാറിനോട് ഞാൻ നന്ദിയോട് കാണിക്കില്ല സാർ. ഓ, ഐ ആം സോറി. എനിക്ക് തെറ്റുപറ്റിപ്പോയി. ഇറ്റ് വാസ് എ മിസ്അണ്ടർസ്റ്റാൻഡിംഗ്. സാർ, ടേക്ക് ഇറ്റ് ഈസി. മല്ലിയെ, മല്ലിയെ കരയാണ്. ഞാൻ കരഞ്ഞില്ലല്ലോ. മല്ലിയെ, ഇത്രയും കാലം ഞാൻ മല്ലികയോട് ഇടപഴകിയതും പെരുമാറിയതും ഒരു സഹോദരി എന്ന നിലയ്ക്കാണ്. എന്നെ സ്നേഹിക്കാൻ എനിക്ക് അച്ഛനില്ല, സഹോദരിയില്ല. ആ നിലയിൽ മാത്രമേ മേനോ സാറിനെയും മല്ലിയെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. എനിക്ക് മല്ലികയുടെയും മേനോ സാറിന്റെ മുമ്പിൽ ഒന്നും ഒളിച്ചു വയ്ക്കേണ്ട കാര്യമില്ല. നിങ്ങൾ അത്രമാത്രം എന്നെ സ്നേഹിക്കുന്നവരാണ്. എന്റെ നാട്ടിൽ ഞാൻ സ്നേഹിക്കുന്നൊരു പെണ്ണുണ്ട്. അവളെ അല്ലാതെ മറ്റൊരു പെൺകുട്ടിയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും എനിക്ക് കഴിയില്ല.
മല്ലിക ഇതോർത്ത് ഒരിക്കലും വിഷമിക്കരുത്. എന്നോട് ക്ഷമിക്കും. ഉണ്ണേ, ഉണ്ണേ, എന്താ യൂസുക്ക രാത്രിയില്? നാട്ടിൽ എന്റെ കോപം വന്നിട്ടുണ്ട്. എന്നോടെന്താ പറയാനുണ്ടത്? നിങ്ങൾ കയറുക. എന്തു പറ്റി ഗോവ? പറഞ്ഞൂട്. എന്താടാ പറയടാ. ഇന്ന് രാവിലെ രാധികയുടെ വിവാഹം കഴിഞ്ഞു. വിക്രമനാണ് വരൻ. എന്റെ നാട്ടിൽ ഞാൻ സ്നേഹിക്കുന്നൊരു പെണ്ണുണ്ട്. അവളെ അല്ലാതെ മറ്റൊരു പെൺകുട്ടിയെ കുറിച്ച് ചിന്തിക്കാൻ പോലും എനിക്ക് കഴിയില്ല. യൂസേ, അല്ല, ഇതാര്? സുഖമാണോ? അതെ അതെ. ഉണ്ണി എവിടെ? ഉണ്ണിയെ, ഉണ്ണിയെ, ഇതാരാ വന്നിക്കണെന്ന് നോക്ക്. ഉണ്ണി, ഇന്ന് രാവിലെ എന്റെ ഫ്രണ്ട് ഡൽഹിയിൽ നിന്ന് വിളിച്ചിരുന്നു. നിനക്ക് IAS സെലക്ഷൻ കിട്ടി. കൺഗ്രാജുലേഷൻസ്. എന്റെ റഹ്മാനായ തമ്പുരാനെ. മൈ ഹാർട്ടി കൺഗ്രാചുലേഷൻസ്. ഉണ്ണി ഈ നാട്ടിൽ തന്നെ കളക്ടറായിട്ട് തിരിച്ചു വരണം. വെൽ ഡൺ മൈ ബോയ്. ഐ ആം പ്രൗഡ് ഓഫ് യു. ആ, അമ്മ ഉടനെ വിവരം അറിയിക്കണം കേട്ടോ. ട്രെയിനിങ്ങിന് പോകാൻ തയ്യാറായിക്കോളൂ. ശരി, ഓർഡർ ഉടനെ വരും. ആ, വരട്ടെ. എന്റെ മോനെ, മഹന്മാരെ, ഇവൻ ആരാണെന്ന് അറിഞ്ഞ? കലക്ടർ. കണ്ട ആപ്പ ഊപ്പിയൊന്നല്ല, IAS കലക്ടർ. നീ അറിഞ്ഞ ഇവൻ ആരാണെന്ന് അറിഞ്ഞ? കേട്ടാ നമ്മക്കല്ല, നമുക്ക് ആ കൈ അങ്ങോട്ട് കൊടുക്കും. എല്ലാരും കേട്ടോളി, ഇന്ന് ഞമ്മളെ പക എല്ലാവർക്കും ഒരു പട. വീടെത്തി. ഗോവ, എടാ ഗോവ, നീ എന്താ ഇവിടെ വന്ന് കിടക്കുന്നേ? പിന്നെ എവിടെ പോയി കിടക്കാൻ? നല്ല പാർട്ടിയാ, വരാൻ കണ്ട സമയം. നീ എപ്പോ വന്നു? ഞാൻ 5:30 പാസിന് വന്നു. നീ ഇത്ര നേരം എവിടെയായിരുന്നു? ഞാനൊരാളെ കാണാൻ പറ്റുന്നു. വാ. രാധിക നിന്റെ ഓഫീസിൽ തന്നെയാ വർക്ക് ചെയ്യുന്നല്ലേ? ഉം. എടാ ഇവിടെ ഒന്നും ഇരിപ്പില്ലേ? എന്താടാ? അവനെ സ്കോച്ച്, നമുക്കൊന്ന് പെരുമാറണ്ടേ? ഞാനിപ്പോ കുടിയൊക്കെ നിർത്തി. നീ എവിടെ IAS ഓഫീസറാ? നിന്നെ ആരും രഹസ്യമായിട്ട് കാണാൻ വരാറില്ലേ? നിനക്ക് വേറൊന്നും പറയാനില്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഞാൻ നിന്റെ PA ആയിക്കോളാം. അങ്ങനെ വരുന്ന പാർട്ടീസിനെ ഞാൻ കൈകാര്യം ചെയ്തോളാം. വല്ല സ്കോച്ചോ ഫ്രിഡ്ജോ വീഡിയോ കാറോ അങ്ങനെ അങ്ങനെ എന്താന്ന് മതി മതി, നിർത്ത്. നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, എനിക്ക് അല്പം കഴിക്കാതിരിക്കാൻ വയ്യ. എല്ലാം കഴുകി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വരുന്ന വഴി ഇത് വാങ്ങിച്ചോണ്ട് വന്നത്. നിറച്ച് വെള്ളം. ആർക്കേത്? സ്ഥലം സബ് കളക്ടർക്ക്. കുടിക്ക്. എനിക്ക് വേണ്ട. ഓ, വേണ്ടെങ്കി വേണ്ട. എടാ IAS മോനെ, പുണ്യാളാ, നീയൊന്നും നന്നാകത്തില്ല. നമ്മൾ ആദ്യമായിട്ട് മദ്യപിച്ച ദിവസം നീ ഓർക്കുന്നുണ്ടോ?